ഒഫീഷ്യൽ ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ജിൻഡോയാണോ? 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിൻഡോ. അതിനെ കടത്തി ആരെങ്കിലും വെട്ടോ? എന്തൊക്കെയാണ് ഇത്? ഫേക്ക് സാധനമാണോ അതോ റിയൽ ആണോ? അൺഒഫീഷ്യൽ വോട്ടിംഗ് ആണോ ഒഫീഷ്യൽ വോട്ടിംഗ് ആണോ? പറയാം. കുറച്ച് അപ്ഡേറ്റുകളുണ്ട്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെനുവിൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒത്തിരി പേരാണ് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് വോട്ടിങ്ങിൻ്റെ കാര്യം ചോദിക്കുന്നത്. വോട്ടിങ്ങിൻ്റെ കാര്യം എന്തെങ്കിലും പറയും, ഓരോരുത്തരുടെയും പൊസിഷൻ അവിടെയാണോ ഇവിടെയാണോ? അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു തരുന്നൊരു സംഭവമുണ്ട്. വോട്ടിങ്ങിൽ സോഷ്യൽ മീഡിയയിൽ പറക്കുന്ന വോട്ടിങ്ങിൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. അത് അൺഒഫീഷ്യൽ പോളിംഗ് ആണ്. വോട്ടിംഗ് എങ്ങനെ ഊപ്പ സാധനമല്ല എടുത്ത് വെളിയിൽ വിടാൻ ആളുകൾക്ക് എങ്ങനെ കിട്ടത്തില്ല. ഈ പറയുന്ന ഗ്രൂപ്പുകളിലും പേജുകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന അൺഒഫീഷ്യൽ സാധനങ്ങളാണ്, കിട്ടത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഒത്തിരി പേര് മെസ്സേജ് അയക്കുക ഉണ്ടായതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി ഏതാണ്ട് ഒരു കണക്കിലുള്ള ഒരു സംഭവം, ഹോട്ട്സ്റ്റാറിൻ്റെ ഒഫീഷ്യൽ വോട്ടിംഗ് ഏതാണ്ട് ഉറപ്പായ ഒരു സംഭവം എനിക്ക് കിട്ടി. അപ്പം ഇന്നിപ്പം ജൂൺ 14-ാം തീയതി അർദ്ധരാത്രി 12 മണി കഴിഞ്ഞു. ജൂൺ 13-ന് രാത്രി ഒരു ഏതാണ്ട് 8 മണി വരെ ഉള്ള ഒരു വോട്ടിംഗ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതാണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന സംഭവം. ഇത് നിങ്ങൾ എക്സാക്റ്റ് കറക്റ്റാണ് എന്നുള്ളൊരു ലെവലല്ല, ഒരു 98% കറക്റ്റാണ്. കാരണം ഇത് പെർസെൻറ്റേജ്, അതിന് വോട്ടുകൾ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത്ര വോട്ടാണ്, അത് വോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ വരുന്ന കുറേ കണക്കും കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ് ഇത്. അപ്പോൾ ഞാൻ അത് എനിക്ക് കിട്ടിയതിൽ നിന്ന് കണക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു ലിസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഒഫീഷ്യൽ ഹോട്ട്സ്റ്റാർ വോട്ടിങ്ങിൽ ജിൻഡോയാണ് നിൽക്കുന്നത്. ഏതാണ്ട് 28%ഓളം വോട്ട് ജിൻഡോയ്ക്കുണ്ട്. 28% എന്ന് പറയുമ്പം 10 ലക്ഷത്തിനടുപ്പിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 10,08,000 വോട്ട്. അത് കൃത്യം കണക്കാണ്. 28% വോട്ടെന്ന് പറയുമ്പോൾ 10,08,000 വോട്ടുകൾ. അപ്പം ഈ പറയുന്ന അതൊരു കണക്ക് വെച്ചിട്ടാണ്. ആ കണക്കെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് കിളി പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം കുറേ കാൽക്കുലേറ്റ് ചെയ്താണ് ഈ പറയുന്ന സാധനങ്ങൾ വരുന്നത്. അപ്പം 28% വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 10 ലക്ഷത്തിന് പുറത്ത് വോട്ടാണ് വരുന്നത്. അപ്പം ജിൻഡോയാണ് ഫസ്റ്റ് പൊസിഷനിൽ 10,08,000 വോട്ടുകളെന്നാണ് അറിയാൻ പറ്റുന്നത്. അർജുനുണ്ട്, പിറകിലുണ്ട് 21% വോട്ടാണ്. 21% വോട്ടാണ് അർജുനുള്ളത്. 7,56,000 7,56,000 വോട്ടാണ് ഈ പറയുന്ന പോലെ അർജുൻ കരസ്ഥമാക്കിയിരിക്കുന്നത് നിലവിൽ. ഇത് എപ്പോൾ വേണമെങ്കിലും വോട്ടിംഗ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് മതി പലതും മാറി മറിയാൻ. ഒരൊറ്റ മിനിറ്റ് മതി പലതും മാറി മറിയാൻ. നമ്മൾ ഈ പറയുന്ന സാധനമൊന്നും അല്ല, എന്നാലും ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ഉള്ളത് ജാസ്മിനാണ് തേർഡ് പൊസിഷനിൽ നിൽക്കുന്നത്. 18% വോട്ടാണ് ജാസ്മിനുള്ളത്. 18% എന്ന് പറയുമ്പം 6,48,000 വോട്ടുകളാണ് 18% വോട്ടുകളായിട്ട് വരുന്നത് ഏതാണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഫോർത്ത് പൊസിഷനിൽ വരുന്നത് ശ്രീതു ആയിരുന്നു ഫോർത്ത് പൊസിഷനിൽ ഉണ്ടായിരുന്നത് ഇന്ന് രാത്രി 8 മണി വരെ ഉള്ള സംഭവത്തിൽ. കാരണം ഹോട്ട്സ്റ്റാറിലെ വോട്ടിംഗ് എൻഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ശ്രീതു ഔട്ടായോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളടുത്ത് കൺഫേംഡ് പറഞ്ഞിട്ടില്ല, ഒരു 50-50 പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ എങ്കിൽ കൂടെയും രാവിലെ ഒരു 8 മണി വരെയുള്ള ഒരു വോട്ടിങ്ങിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ടായിരിക്കും ശ്രീതു വോട്ട് കുറവാണെങ്കിൽ ശ്രീതുവിനെ ഔട്ടാക്കിയത്. പക്ഷേ ഹോട്ട്സ്റ്റാറിൽ എപ്പോഴും വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ലൈവിൽ ആ സാധനം വന്നതിന് ശേഷമല്ലേ അത് മാറത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കൺഫേംഡും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശ്രീതുവിനും ഈ പറയുന്ന പോലെ രാത്രി കണക്കെടുത്ത സമയത്ത് ഒരു 13% വോട്ട് ഉണ്ടായിരുന്നു. 13% വോട്ടെന്ന് പറയുമ്പോൾ 4,68,000 വോട്ടുകളാണ്. 4,68,000 വോട്ടാണ്. അതിൻ്റെ തൊട്ട് താഴെ ഫിഫ്ത്ത് പൊസിഷനിൽ അഭിഷേക് ശ്രീകുമാറാണ്. 12% വോട്ടാണ്. 12% വോട്ടാണ് ഉള്ളത്. 12% എന്ന് പറയുമ്പം ഏതാണ്ട് 4,32,000 വോട്ടുകളാണ് വരുന്നത്. പിന്നീട് ഈ പറയുന്നത് ഋഷിയാണ്. ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ ഋഷിയാണ്. 8% വോട്ട്സാണ് ഋഷിക്ക് ഉള്ളത്. 8% വോട്ടെന്ന് പറയുമ്പോൾ വെറും 2,88,000 വോട്ട്സ്, 2,88,000 സംതിങ് വോട്ടുകളാണ് ഈ ഋഷിക്ക് വരുന്നത്. ഒഫീഷ്യൽ വോട്ടിംഗ് ആണ് ഞാൻ ഈ പറയുന്നത്, ഒഫീഷ്യൽ വോട്ടിംഗ് ആണ്. പക്ഷേ ഈ പറയുന്ന അത് ഭയങ്കര ബുദ്ധിമുട്ടി ഞാൻ പരമാവധി ഞാൻ ശ്രമിച്ചാണ് ഒരു ഏതാണ്ട് ധാരണ കണക്ക് കിട്ടിയത്. അത് ഈ പറഞ്ഞ പോലെ പക്ക സാധനമായിട്ട് കിട്ടിയതല്ല. ഇത്ര പെർസെൻറ്റേജ് വോട്ടുകളാണ്. ഓരോ പെർസെൻറ്റേജ് എന്ന് പറയുന്നതും ഇത്ര വോട്ടുകളാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം പെർസെൻറ്റേജ് കണക്കാക്കി എടുത്തതിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പം ഇത്ര കണക്ക് വോട്ടാണ്.
ഒഫീഷ്യലി ഇതുവരെ കിട്ടിയിരിക്കുന്നത്. അതായത് 5-6 മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഉള്ള സംഭവമാണ് ഇത്. ഇപ്പം ഇതിൻ്റെ ലെവലൊക്കെ മാറിക്കാണും. അപ്പം ഞാൻ വിചാരിച്ചു സ്വസ്ഥമായിട്ട് രാത്രി ഒന്ന് വന്നിരുന്നത് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ജിൻഡോ ഏതാണ്ട് 1.5 ലക്ഷം 2 ലക്ഷം വോട്ടിന് ആണ് ഡിഫറൻസ് നിൽക്കുന്നത് അർജുനുമായിട്ട്. പക്ഷേ ഈ വോട്ടുകൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആളിന് വോട്ടുണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് ആർക്കും വോട്ട് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ വോട്ട് ചെയ്യണം. കാരണം ഒരു നിമിഷം മതി ഇത് മാറി മുകളിലേക്ക് കയറാൻ. ഇന്നലെ നമ്മളിപ്പോൾ പറയുന്ന പോലെ ഇപ്പം ശ്രീധുവിന് 13% വോട്ടുണ്ട്. 13% വോട്ടിൽ ശ്രീധു ഇന്നിപ്പോൾ മിഡ് വീക്ക് എവിക്ഷനിൽ ശ്രീധു ഔട്ടായിട്ടുണ്ടെങ്കിൽ, ഞാനത് കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല, ഔട്ടായിട്ടുണ്ടെങ്കിൽ ഈ 13%-ൽ ഒരു 6%, പകുതി പെർസെൻറ്റ് പോട്ടെ, ഒരു 6% വോട്ടുകൾ അർജുന് വന്ന് കിട്ടും. മനസ്സിലായില്ലേ? ഓട്ടോമാറ്റിക്കലി പകുതി വോട്ടുകൾ ഉറപ്പായിട്ടും അർജുന് കിട്ടും. അപ്പം 21%-ൻ്റെ കൂടെ അർജുന് ഒരു 6% വോട്ട് കൂടെ വരുമ്പോൾ 27% വോട്ടാവും. അപ്പം തന്നെ അർജുന് 7 ലക്ഷത്തിൽ നിന്ന് 9 ലക്ഷത്തിലേക്ക് എത്തും. 9 ലക്ഷത്തിലേക്ക് എത്തും. അപ്പോൾ അതാണ് പറയുന്നത്, ഓരോ നിമിഷവും ഒരാളിൽ നിന്ന് ഔട്ടാകുമ്പോൾ കളി എൻ്റയർലി ഡിഫറൻ്റ് ആവുകയാണ്. അത് എസ്പെഷ്യലി ഈ മിഡ് വീക്ക് എവിക്ഷനിൽ ഈ പറയുന്ന പോലെ ശ്രീധു ഔട്ടാവുകയാണെങ്കിൽ അത് അർജുന് ഗുണകരമാവും. റഷ്യ ഔട്ടാവുകയാണെങ്കിൽ അത് അഭിഷേകിന് ഗുണകരമാവും. വേറെ ആരും ഔട്ടൊന്നും ആവത്തില്ല. വേറെ ഒരു പൂച്ച കുഞ്ഞു വീനകത്ത് നിന്ന് ഔട്ടാവത്തില്ല. ജിൻഡോയും അർജുനും ജാസ്മിനും അഭിഷേകും ഔട്ടാവത്തില്ല. ശ്രീധു ഓർ റഷ്യ. അതിനകത്ത് ശ്രീധു എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. നോക്കാം, അത് ഞാൻ കൺഫേംഡ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പം ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ജാസ്മിൻ ശ്രീധു ഒക്കെ കുറച്ച് വോട്ട്സ്, എസ്പെഷ്യലി അർജുനും ജാസ്മിനും 7 ലക്ഷവും 6 ലക്ഷവും ആയിട്ടാണ് നിൽക്കുന്നത്. 7 ലക്ഷവും 6 ലക്ഷവും ആ കണക്കിന് 1 ലക്ഷത്തിൻ്റെ ഇതിലാണ് നിൽക്കുന്നത്. അതിന് 1.5 ലക്ഷത്തിന് മുകളിലാണ് ജിൻഡോ നിൽക്കുന്നത്. അർജുനേക്കാളും 1.5 ലക്ഷത്തിന് മുകളിലാണ് ജിൻഡോ നിൽക്കുന്നത്. ഏറ്റവും താഴെത്തട്ടി നിൽക്കുന്ന റഷ്യക്കാലും 8 ലക്ഷം വോട്ടുകൾക്ക് മുമ്പിലാണ് ജിൻഡോ നിൽക്കുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസ് വരുന്നുണ്ട്. ഹോട്ട്സ്റ്റാറിൻ്റെ സാധനങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ ലീക്കായി പോകുന്ന സാധനങ്ങളൊന്നുമല്ല. പിന്നെ എനിക്ക് ദയവ് കരുതി നിങ്ങളോട് പറയാനുള്ളത്, ഈ അൺഒഫീഷ്യൽ പോളുകളിൽ നിങ്ങൾ വിശ്വസിക്കരുത്. പച്ച കള്ളമാണ് ഈ സാധനം പടച്ചു വിടുന്നത്. യൂട്യൂബിൽ നിന്നും റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പടച്ചു വിടുന്ന ഒരു സാധനമാണ് അൺഒഫീഷ്യൽ വോട്ടിങ്. അത് ഒത്തിരി പേര് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അറിയാവുന്നവരുണ്ട്, അറിഞ്ഞുകൂടാത്തവരുണ്ട്. അതൊക്കെ അവരുടെ പൈസ കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ദിവസവും, നിങ്ങൾക്കറിയാം ഇന്നിപ്പോൾ ഷോ തുടങ്ങിയിട്ട് 94ാമത്തെ ഡേ ആയി, ഇതുവരെയും ഞാൻ വോട്ടിങ്ങിൻ്റെ ഒരു കാര്യം ഇയാൾക്കാണ് കൂടുതൽ ഇയാൾക്കാണ് കുറവ് എന്ന് ഞാൻ പറയാത്തതിൻ്റെ കാര്യം, അത് അങ്ങനെ കിട്ടുന്നൊരു സാധനം അല്ല. വോട്ടിങ്ങിൻ്റെ കാര്യം നമുക്ക് അറിയാൻ പറ്റുന്നൊരു സാധനം അല്ല. ഇപ്പോൾ ഒത്തിരി പേര് അറിഞ്ഞോ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ കൺഫേംഡ് ആണ്, വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ഇൻഫർമേഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഇതാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ഈ പറയുന്ന പോലെ ഫസ്റ്റ് പൊസിഷൻ ജിൻഡോ, സെക്കൻഡ് പൊസിഷൻ അർജുൻ, തേർഡ് പൊസിഷൻ ജാസ്മിൻ, ഫോർത്ത് പൊസിഷൻ ശ്രീധു, ഫിഫ്ത്ത് പൊസിഷൻ അഭിഷേക്, സിക്സ് പൊസിഷൻ റഷി. അപ് ടു 8 PM, യെസ്റ്റർഡേ 8 PM വരെ ഉള്ള സംഭവമാണിത്. ഒരു പക്ഷേ രാവിലെ 8 മണി വരെ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കാം ശ്രീധു എവിക്റ്റ് ആയിട്ടുണ്ടാവുക. മനസ്സിലായോ? അതിനുശേഷം വോട്ട് കൂടാം കുറയാം, അത് ദാറ്റ് ഡസൻറ്റ് മാറ്റേഴ്സ് ടു ദ വോട്ടിംഗ് ലിസ്റ്റ്. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ഉറങ്ങട്ടെ, രാത്രി 1:30 മണിയായി. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.